ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമുക്കിന്നൊരു റിഫ്രഷിങ് ജ്യൂസ് ആയാലോ? ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ മാംഗോ ജിഞ്ചർ പഞ്ച്. ജിഞ്ചറിൻ്റെയും മാങ്ങയുടെയും ഒക്കെ ഫ്ലേവറുള്ള ഒരു നല്ലൊരു ഡ്രിങ്ക്. സോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ 4 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 മീഡിയം സൈസ് പച്ചമാങ്ങ തൊലി അടക്കം, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഐസ് ക്യൂബ്സ്, ഒരു നുള്ളു ചുക്ക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഞാനിവിടെ ഇപ്പോൾ ഒരു 8 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം. ഇനി ഒരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമാങ്ങയും ഇഞ്ചിയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചുക്ക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, ഐസ് ക്യൂബ്സ്, പിന്നെ 2 ഗ്ലാസ് തണുത്ത വെള്ളവും ചേർത്ത് നല്ല പോലെ നമുക്ക് ജ്യൂസാക്കി എടുക്കാം. നല്ല പോലെ ജ്യൂസ് ആവണം, കാരണം നമ്മളിത് അരിക്കുന്നില്ല, ഇതിങ്ങനെ തന്നെയാണ് കുടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം. ഗാർണിഷിന് വേണ്ടി ഞാനൊരല്പം പച്ചമാങ്ങയുടെ തൊലിയുടെ പീസ് എടുത്തിട്ട് ഇങ്ങനെ ജൂലിയൻസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം പച്ചമാങ്ങ ഇങ്ങനെ നടുക്ക് സ്ലിറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഗ്ലാസിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ നടുക്കും ഒരു ചെറിയ സ്ലിറ്റ് വെച്ചിട്ട് അതും ഗ്ലാസ്സിലിങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ജൂലിയൻസാക്കി സ്ട്രൈപ്സാക്കി കട്ട് ചെയ്ത് വെച്ച ആ പച്ചമാങ്ങയുടെ തൊലിയുടെ ഭാഗവും ചേർത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ ജിഞ്ചർ പഞ്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മാങ്ങയുടെ തൊലി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ജ്യൂസ് അടിക്കുന്നവർ ആഡ് ചെയ്യാൻ. ചില മാങ്ങയുടെ തൊലിക്ക് നല്ല കനപ്പും ചവർപ്പും ഉണ്ടാവും. അങ്ങനെയുള്ളതാണെങ്കിൽ അത് തൊലി എടുക്കരുത്. തൊലി കളഞ്ഞിട്ട് വേണം, നമ്മുടെ മാങ്ങയുടെ ഫ്ലഷ് മാത്രം എടുത്താൽ മതി. വീട്ടിലുണ്ടായ മാങ്ങയാണെങ്കിൽ നമുക്ക് തൊലി എടുക്കാം, പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലേക്ക് കൂടി അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.